My name is Aditya Simon. ഞാൻ കോട്ടയം ജില്ലയിൽ നിന്നാണ് വരുന്നത്. പാലായിലാണ് വീട്. ഞാൻ ഹൈറാങ്കേ വഴിയാണ് എൻ്റെ നഴ്സിംഗ് ഹൗസ് ബിൽഡിംഗ് കോഴ്സിൻ്റെ പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ 1 year ആയിട്ട് ജർമ്മൻ പഠിക്കുന്നു. ഹൈറാങ്കേ വഴിയാണ് പഠിച്ചത്. അപ്പം ഇപ്പം എനിക്ക് വിസ എല്ലാം സബ്മിറ്റ് ചെയ്ത് എല്ലാം കിട്ടി. ഞാൻ ഇപ്പോൾ ജർമ്മൻ ഹൗസ് ബിൽഡിംഗ് പഠിക്കാൻ പോവുകയാണ്. ഹൈറാങ്കേ നല്ലൊരു ബെറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. പല ഏജൻസിനെ വിളിക്കുമ്പോൾ അവർ ആദ്യം നമുക്ക് ഫീനെ പറ്റിയൊക്കെയാണ് ചോദിക്കുന്നത്. ബട്ട് ഹൈറാങ്കേ നമ്മുടെ റിക്വയർമെൻറ്റ്സ് ആയിരുന്നു ആദ്യം എന്നോട് പറഞ്ഞത്. ഇപ്പോൾ ഏത് ലാംഗ്വേജ് സ്കില്ല് വേണം, നമ്മൾ എങ്ങനെയാണ് നമ്മൾ ലാംഗ്വേജ് പഠിക്കേണ്ടത്, പിന്നെ നമ്മുടെ റിക്വയർമെൻറ്റ്സ് എങ്ങനെയൊക്കെയാണ് വേണ്ടത്, നമ്മൾ മെറ്റീരിയൽസ് ആണോ അതേ നമ്മുടെ ലാംഗ്വേജ് സ്കില്ലുകൾ എങ്ങനെയാണ് കൂടുതലോ, എക്സാം ഓറിയൻറ്റഡ് ആണോ, ലാംഗ്വേജ് ആണോ വേണ്ടത്. അപ്പോൾ ഇതെല്ലാമാണ് ഹൈറാങ്കേ ആദ്യം പറഞ്ഞത്. അത് കഴിഞ്ഞിട്ടാണ് അവരുടെ ഫീസ് സ്ട്രക്ചർ പേയ്മെൻറ്റ് ഒക്കെ വരുന്നത്. ബട്ട് വേറൊരു ഏജൻസി വെച്ച് നോക്കുമ്പോൾ ഹൈറാങ്കേ ഡയറക്റ്റ് നമുക്ക് വേണ്ട കോഴ്സിനെ പറ്റിയായിരുന്നു ഫീസ് സ്ട്രക്ചറിനേക്കാളും പറഞ്ഞത്. ഹൈറാങ്കേറിൻ്റെ മുമ്പ് ഞാൻ 2-3 ഏജൻസി ഞാൻ എൻക്വയറി ചെയ്തിരുന്നു. അപ്പം അതെനിക്ക് അത്ര ജെന്യൂൻ ആയിട്ട് തോന്നില്ല. അവർ ജസ്റ്റ് നമ്മൾ ഫീസ് അടയ്ക്കുക, ദെൻ പഠിക്കുക, ആ ഒരു രീതിയാണ് പറയുന്നത്. ബട്ട് ഹൈറാങ്കേ നമുക്ക് ആദ്യം ലാംഗ്വേജ് എടുക്കുക, ആദ്യം എക്സാം എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഫുൾ പേയ്മെന്റ് ഒക്കെ ചെയ്യുന്നത്. ബട്ട് വേറെ ഒരു ഏജൻസി വെച്ച് ഞാൻ ചോദിക്കുമ്പോൾ അവർ പല ഹൗസ് ബിൽഡിംഗ് കോഴ്സ് അല്ലെങ്കിൽ പല രീതിയിലുള്ള എന്ന് വെച്ചാൽ ഔപെയർ മോഡൽ അല്ലെങ്കിൽ നമ്മൾ A2 കഴിഞ്ഞ് പോകുന്ന കോഴ്സുകൾ അതാണ് കൂടുതലും പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഹൈറാങ്കേ നോക്കിയത് ഒരു B2 കഴിഞ്ഞ് നമ്മൾ എത്രയും നല്ല രീതിയിൽ നമ്മൾ ഡയറക്റ്റ് ഹൗസ് ബിൽഡിംഗ് കോഴ്സ്, ഡയറക്റ്റ് നഴ്സിംഗ് കോഴ്സിലേക്കാണ് കയറ്റുന്നത്. നമുക്ക് അത്രയും നമ്മുടെ മന്ത്സ് സേവ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ എനിക്കത് നല്ല എക്സ്പീരിയൻസ് ആയിട്ടാണ് തോന്നിയത്. ഞാൻ ആപ്ലിക്കേഷൻ എല്ലാം ഞാൻ ഓൺലൈൻ വഴിയാണ് സബ്മിറ്റ് ചെയ്തത്. നമുക്ക് ഇന്ത്യയിൽ തന്നെ ഉണ്ട്, നമുക്ക് ഇന്ത്യയിൽ ഹെൽപ്പ് കിട്ടും. നമ്മുടെ ഹൈറാങ്കേറിൻ്റെ ഒരു ഡെലിഗേറ്റ് നമുക്ക് കേരളത്തിലുണ്ട്. ആൾ വഴിയാണ് നമുക്ക് എല്ലാ ഡീറ്റെയിൽസും കിട്ടുന്നത്. അപ്പോൾ ആൾ നമുക്ക് ഡോക്യുമെന്റ്സ് എല്ലാം അയച്ചു തരും. നമ്മുടെ അറ്റസ്റ്റേഷൻ ഫോം ഏത്, നമുക്ക് എല്ലാ എൻക്വയറീസും നമുക്ക് റിപ്ലൈ കിട്ടാറുണ്ട്. നമുക്ക് ഏതൊക്കെ ഡോക്യുമെന്റ്സ് ആണ് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത്, കൊടുക്കേണ്ടത്, എല്ലാ ഡീറ്റെയിൽസും ആൾ വഴി നമുക്ക് കിട്ടുമായിരുന്നു. അതേപോലെ തന്നെ ലാംഗ്വേജ് ഹൈറാങ്കേർ തന്നെയാണ് പഠിച്ചത്. നമുക്ക് ജർമ്മൻ ട്രെയിനറാണ് വരുന്നത്. നമുക്ക് എക്സാം ഓറിയന്റഡ് മാത്രമല്ല, നമുക്ക് ലാംഗ്വേജ് സ്കിൽ എങ്ങനെ ഇംപ്രൂവ് ചെയ്യാം, നമുക്ക് ലാംഗ്വേജിനെ പറ്റിയുള്ള കൂടുതൽ ഗ്രാമർ, ഫോംസ്, പ്രൊനൗൺസിയേഷൻ, എല്ലാ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടാറുണ്ട്. അപ്പോൾ ഹൈറാങ്കേ നോക്കുമ്പോൾ ലാംഗ്വേജും അതേപോലെ ഡോക്യുമെന്റേഷനും ഒക്കെ എനിക്കൊരു ബെറ്റർ എക്സ്പീരിയൻസ് ആയി. ഞാൻ പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്തത് ഹൈറാങ്കേ ചേർന്ന് കഴിഞ്ഞൊരു വിത്തിൻ 2 months സ്റ്റാർട്ട് ചെയ്തായിരുന്നു. A2 കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ പ്രോസസ്സിംഗ് എല്ലാം സ്റ്റാർട്ട് ആയിരുന്നു. ഞാൻ B2 കംപ്ലീറ്റ് ചെയ്തപ്പോഴത്തേനും എൻ്റെ രജിസ്ട്രേഷനും അതേപോലെ എല്ലാ പ്രോസസ്സിംഗ്, ട്രാൻസ്ലേഷനും അവിടെ ചെയ്യേണ്ട പേപ്പർ വർക്കുകളെല്ലാം കംപ്ലീറ്റ് ചെയ്തിരുന്നു. അതേപോലെ അതുകൊണ്ട് കുറച്ച് ഫാസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നി ഹൈറാങ്കേ. നമ്മൾ പഠിക്കുന്ന ടൈമിൽ തന്നെ നമ്മളെല്ലാം ചെയ്ത് വെക്കുന്നുണ്ട്. നമുക്ക് പിന്നെ പഠിച്ചു കഴിഞ്ഞാൽ ഒരു ഡിലേ വരും. നമ്മൾ എക്സാം പാസ്സായി കഴിയുമ്പോൾ ഒരു ഡിലേ വരാതെ നമുക്ക് പെട്ടെന്ന് അവിടെ എത്താനുള്ള ഹെൽപ്പ് ഹൈറാങ്കേ ചെയ്തത്. ഞാൻ എക്സാം പാസ്സായിട്ട് വിത്തിൻ 1 week എനിക്ക് ഡോക്യുമെന്റ് എല്ലാം കിട്ടി. വിസയ്ക്ക് സബ്മിറ്റ് ചെയ്തതാണ് പറഞ്ഞത്. വിസ ഡോക്യുമെന്റ് എല്ലാം വിത്തിൻ 1 week തന്നെ എനിക്ക് കിട്ടി. ഞാൻ എക്സാം പാസ്സായി കഴിഞ്ഞാൽ അതിന് റഷ് ഡേറ്റ് ആയിരുന്നു, എന്നാലും എനിക്ക് ഡേറ്റ് കിട്ടി. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം എല്ലാ ഫോംസും നമ്മുടെ ആപ്ലിക്കേഷൻ സഹിതം അവരാണ് ഫില്ല് ചെയ്ത് തന്നത്. നമുക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ചെയ്യാം. പക്ഷേ നമുക്ക് കിട്ടാത്ത എല്ലാ ഡീറ്റെയിൽസിനും അവർ നമുക്ക് എൻക്വയറി കൊടുത്ത് അവരപ്പം തന്നെ റിപ്ലൈ തരും. ഏത് ടൈം ആണെങ്കിലും, ഈവൻ ഇപ്പോൾ നൈറ്റ് ആണെങ്കിലും ഡേ ടൈം ആണെങ്കിലും എപ്പോഴും എനിക്ക് ആ സ്പോട്ടിൽ തന്നെ റിപ്ലൈ കിട്ടുമായിരുന്നു. അപ്പം വിസ സബ്മിറ്റിന് ഏറ്റവും എളുപ്പമായ രീതി ഹൈറാങ്കേ നല്ല രീതിയിൽ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എനിക്ക് വിത്തിൻ 10 working daysനുള്ളിൽ തന്നെ എനിക്ക് എൻ്റെ വിസ സബ്മിറ്റ് ചെയ്ത് കിട്ടിയായിരുന്നു. ഞാൻ ഓൾറെഡി വിസ ആപ്ലിക്കേഷനെ പറ്റിയൊക്കെ പറഞ്ഞിരുന്നു. അപ്പം ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഞാൻ എന്തായാലും റെക്കമെൻഡ് ചെയ്യും. കാരണം എനിക്ക് അത്രയും പെട്ടെന്നാണ് എല്ലാ ഡോക്യുമെന്റേഷൻ, ഓഫർ ലെറ്ററും ഒക്കെ കിട്ടിയത്. വിത്തിൻ 1 week കിട്ടി. അതേപോലെ തന്നെ എനിക്ക് വിസ അപ്രൂവൽ അത്രയും പെട്ടെന്ന് തന്നെയായിരുന്നു. അപ്പം വേണ്ട എല്ലാ ഡീറ്റെയിൽസും അവർ തരുന്നുണ്ടായിട്ട് എനിക്ക് വളരെ ഒരു ബെറ്റർ എക്സ്പീരിയൻസും നല്ലൊരു എക്സ്പീരിയൻസും ആയിരുന്നു ഹൈറാങ്കേയിൽ ഉണ്ടായത്. അപ്പോൾ തീർച്ചയായും എൻ്റെ ഫ്രണ്ട്സോ റിലേറ്റീവോ ഉണ്ട്, ഞാൻ ഓൾറെഡി റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ തീർച്ചയായും റെക്കമെൻഡ് ചെയ്യും.